ഇന്ത്യ ഇനി വെറും മിസൈലുകൾ നിർമ്മിക്കുന്ന രാജ്യമല്ല, മറിച്ച് മിസൈലുകൾക്ക് ഹൃദയം നിർമ്മിക്കുന്ന രാജ്യമായി മാറുകയാണ്. ലോകം ഹൈപ്പർസോണിക് ആയുധങ്ങളുടെയും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെയും ശക്തി അളക്കുമ്പോൾ ഇന്ത്യ മറ്റാരും അത്ര ശ്രദ്ധിക്കാത്ത നിർണായകമായ ഒരു യുദ്ധ സാങ്കേതിക വിദ്യയിൽ നിശബ്ദമായി ചരിത്രം എഴുതുകയാണ്. ഒരു മിസൈലിന്റെയോ ഡ്രോണിന്റെയോ യഥാർത്ഥ കരുത്ത് അതിന്റെ പുറം കവചത്തിലല്ല, അതിന് ജീവൻ നൽകുന്ന എഞ്ചിനിലാണ്. വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ സ്വന്തം കരുത്തിൽ ലോകോത്തര ജെറ്റ് എഞ്ചിനുകളും അത്യാധുനിക റൊട്ടേറ്റിംഗ് ഡിറ്റേഷണൽ എഞ്ചിനുകളും വികസിപ്പിച്ച് പ്രതിരോധ രംഗത്ത് പുതിയ ശക്തിയായി ഉയരുകയാണ്. ഈ മുന്നേറ്റം വിജയിച്ചാൽ ഭാവിയിലെ യുദ്ധങ്ങളുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ മുന്നേറ്റത്തിന്റെ ആദ്യഘട്ടമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അടുത്തിടെ 350 കിലോഗ്രാം ക്ലാസ് എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ വിജയകരമായി വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഇത് വെറും ഒരു എഞ്ചിൻ വികസിപ്പിച്ചെന്ന വാർത്ത മാത്രമല്ല, ഇന്ത്യക്ക് ഇനി സ്വന്തം ക്രൂയിസ് മിസൈലുകൾക്കും ദീർഘദൂര ആക്രമണ ഡ്രോണുകൾക്കും ആവശ്യമായ ജെറ്റ് എഞ്ചിനുകൾ സ്വദേശിയുമായി നിർമ്മിക്കാനാകുമെന്ന സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ജെറ്റ് എഞ്ചിനുകളാണ് ഇന്ന് ലോകത്തിലെ പല അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുടെയും പ്രധാന കരുത്ത്. അമേരിക്കയുടെ പ്രശസ്തമായ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വർഷങ്ങളായി ഏകദേശം 400 കിലോഗ്രാം ക്ലാസ് ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയും സ്വന്തം ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലായ LRLA-CM-ൽ 450 കിലോഗ്രാം ക്ലാസ് മോൾ ടർബോഫാൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഈ എഞ്ചിനുകൾ ദീർഘദൂരം ഉയർന്ന കൃത്യതയോടെ പറന്ന് ലക്ഷ്യത്തിലെത്താൻ മിസൈലുകളെ സഹായിക്കുന്നു. അതിനാൽ ഇത്തരം സാങ്കേതിക വിദ്യയുടെ സ്വദേശി വികസനം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ വലിയ ചുവടുവയ്പായാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ യുദ്ധരംഗത്തിന്റെ സ്വഭാവം വേഗത്തിൽ മാറുകയാണ്. പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്കും വലിയ മിസൈലുകൾക്കും പുറമെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ജെറ്റ് പവർഡ് ലോയിഡറിംഗ് മ്യൂണീഷനുകൾ അഥവാ അലഞ്ഞു തിരിയുന്ന ആക്രമണ ഡ്രോണുകൾക്ക് വലിയ പ്രാധാന്യം നേടുന്ന കാലഘട്ടം തന്നെയാണ്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ദീർഘസമയം ആകാശത്ത് തുടരുകയും അനുയോജ്യമായ ലക്ഷ്യം കണ്ടെത്തിയ ശേഷം കൃത്യമായി ആക്രമണം നടത്തുകയും ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. ഇന്ത്യ അടുത്തിടെ ഓർഡർ ചെയ്ത 106 അഗ്നിവേഗ് ജെറ്റ് ET പവർഡ് ലോയിഡറിംഗ് മ്യൂണീഷനുകൾ ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. ഇറാനും റഷ്യയും ഉപയോഗിച്ചിരുന്ന ഷാഹിദ്, ഗരാൻ സീരീസ് ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഈ പുതിയ തലമുറ ലോയിഡറിംഗ് മ്യൂണീഷനുകൾ വളരെ വേഗത്തിൽ പറക്കുന്നു. വേഗത കൂടുതലായതിനാൽ ശത്രുവിന് ഇവയെ കണ്ടെത്താനും തടയാനും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ യുദ്ധങ്ങളിൽ ഇത്തരം ജെറ്റ് പവർഡ് ആക്രമണ സംവിധാനങ്ങൾ നിർണായക പങ്ക് വഹിക്കാമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനൊപ്പം ഇന്ത്യയുടെ സ്വകാര്യ പ്രതിരോധ ഗവേഷണ രംഗത്തും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയായ ഡി പ്രൊപ്പൽസ് അടുത്തിടെ 5 കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് ശേഷിയുള്ള റൊട്ടേറ്റിംഗ് ഡിറ്റേഷണൽ എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചതായി പ്രഖ്യാപിച്ചു. ആഗോളതലത്തിൽ തന്നെ ഈ മേഖലയിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് ഇത്തരം നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനാൽ ഈ പരീക്ഷണം ഇന്ത്യയുടെ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയ്ക്ക് പുതിയ ദിശ തുറന്നു കാട്ടുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം എഞ്ചിനുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി ക്രൂയിസ് മിസൈലുകൾ കൂടുതൽ ദൂരത്തേക്ക് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അതേസമയം ഈ നേട്ടം അന്തിമ വിജയമല്ല എന്നതും ശ്രദ്ധിക്കണം. നിലവിൽ നടത്തിയിരിക്കുന്നത് നിയന്ത്രിത സാഹചര്യത്തിലുള്ള സ്റ്റാറ്റിക് പരീക്ഷണം മാത്രമാണ്. യഥാർത്ഥ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മിസൈലിലോ ഡ്രോണിലോ ഈ എഞ്ചിൻ ഘടിപ്പിക്കണമെങ്കിൽ നിരവധി ഘട്ടങ്ങളിലുള്ള പരിശോധനകൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. പറക്കുമ്പോഴുണ്ടാകുന്ന താപനില വ്യതിയാനങ്ങൾ, ശക്തമായ വൈബ്രേഷനുകൾ, അതിവേഗ വായു പ്രവാഹം, ശബ്ദമർദ്ദം തുടങ്ങിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ എഞ്ചിനുകൾക്ക് കഴിയണം. അതിനായി ദീർഘകാല എൻഡ്യൂറൻസ് ടെസ്റ്റുകളും മെറ്റീരിയൽ വാലിഡേഷനും ഫ്ലൈറ്റ് ഇന്റഗ്രേഷൻ പരീക്ഷണങ്ങളും അനിവാര്യമാണ്. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയും എന്നത് തന്നെയാണ്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിർണായക ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ലഭിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ തന്ത്രപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. എന്നാൽ സ്വന്തം എഞ്ചിനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ഭാവിയിലെ യുദ്ധങ്ങളിൽ വിജയം നിർണ്ണയിക്കുന്നത് സൈനികരുടെ എണ്ണമോ ആയുധങ്ങളുടെ വലിപ്പമോ മാത്രമല്ല, അവയ്ക്ക് കരുത്തു പകരുന്ന സാങ്കേതിക വിദ്യയുമാണ്. ആ രംഗത്താണ് ഇന്ത്യ ഇപ്പോൾ നിശബ്ദമായെങ്കിലും അതിശക്തമായ മുന്നേറ്റം നടത്തുന്നത്. ചെറു ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് അത്യാധുനിക റൊട്ടേറ്റിംഗ് ഡിറ്റേഷണൽ എഞ്ചിനുകളിലേക്കുള്ള ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ പുതിയ ഉയരങ്ങളിൽ എത്തുക മാത്രമല്ല, ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്.